ചങ്ങായിമാരെ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇതാ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ ബാക്കിലാണ്. ഇവിടെ ഒരു ഹാഫ് സ്ലേവ് ഇട്ട കിണർ കാണാൻ പറ്റും. ഈ കിണറിൻ്റെ പലക ഇതുവരെ പൊളിച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ ഇത് പൊളിക്കാൻ ഡേഞ്ചറാണ്. അപ്പോൾ അത് പൊളിക്കുന്നതിനെ കൂടെ തന്നെ കിണറിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് പുല്ല് പറിച്ച് വൃത്തിയാക്കണം, വെള്ളം വറ്റിക്കണം, കിണറിൻ്റെ അടിയത്തെ മണ്ണ് വാരണം. ലാസ്റ്റ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഫുൾ റൗണ്ട് അൾമാറേനി. ഈ മൂലി കെട്ടാണ്ട് ഈ മൂലി മുട്ടിക്കേണ്ട, അത് മുട്ടിച്ചിട്ട് സെറ്റപ്പ് ആക്കണതിൻ്റെ അടിച്ചബിൾ വിഷ്വൽസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. പിന്നെ എക്സ്പെൻസ് ലാസ്റ്റ് കേട്ടോ. ആ പൈപ്പാട്ടിയ ആദ്യം പൈപ്പ് ജനാലിന് കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പുല്ലറക്കണതിൻ്റെ കൂടെ തന്നെ കിണറ്റിലെ വെള്ളം വറ്റിക്കാൻ പറ്റും. അപ്പുറത്തൊരു തോട കേട്ടോ, അതാ ഇങ്ങനെ കെട്ടുക. എന്തൊക്കെ ഐഡിയ നമ്മളെടുത്തുണ്ട്. ഓണാക്കേ ആ ഇപ്പം എന്തായി, ഒരു വെടിക്ക് രണ്ട് പക്ഷി. പുല്ലറക്കുമ്പോഴത്തിന് കിണർത്ത വെള്ളം വറ്റി കിട്ടും. ആദ്യം നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നിടത്തോളം പല മുകളിൽ നിന്ന് മുറിക്കുക. എന്നിട്ട് അടിക്ക് ഇറങ്ങിയാൽ മതി. അതിന് മെഷീൻ ഉണ്ടോ? അതാ ആ പിടി ഇപ്പൊ കവുങ്ങ് ഫ്രീ ആയില്ല. ആ പോറ്റെ അപ്പൊ എന്തൊക്കെ അയ്യവാ ഇതായിരുന്നേ. ആ പൈപ്പിന്റെ ഇപ്പുറത്ത് കൂടെ ഇവിടെ താങ്ങിയാണ്, പൈപ്പിന്റെ ഇപ്പുറത്ത് കൂടെ. അപ്പൊ കവുങ്ങ് ഫ്രീ. ഇതാണ് ഇതിന്റെ മെയിൻ കൗക്കോലായിട്ട് കൊടുത്തിരുന്ന സാധനമാണിത്. കാരണം ആൾക്കാർക്ക് അറിയാം റണ്ണർ കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെ കിട്ടൂല എന്നുള്ളത്. കയറ് രണ്ടു റെഡിയാ? മറ്റേ കയറ് കവുങ്ങിന് കെട്ടിയില്ലേ? ഓക്കെ, അത് കേട്ടാൽ മതി. ആ കെട്ടിനാട്ടാ കായ്. കെട്ട് പവറാണെങ്കിൽ നമുക്ക് പേടിയില്ല. ഇതോ മെഷീൻ തരണം കേട്ടോ. ആദ്യം ഇത് ഇരിക്കട്ടെ. ഓക്കെ, മച്ചാന സെറ്റല്ലേ? നമ്മളേറ്റാ കളി. ഓ കെട്ടിൻ്റെ ഉള്ളിക്ക് ഒരടിയോളം കയറ്റിക്കണ്. അപ്പോൾ നല്ല മൂപ്പുള്ള കവുങ്ങ. സംഭവം എന്താ അറിയോ, ഇത് ഹെവി വീമാടാ, നമ്മുടെ സാധാ വീമല്ല. ഒരു ചെറിയ കെട്ട് അൾമാറല്ലല്ലോ ഇതുമ്പോൾ വരുന്നത്. ഇതിൻ്റെ മുകൾക്ക് 2 നില വീടല്ലേ വന്നിട്ടുണ്ട്. നല്ല ബീമിൻ്റെ കോൺക്രീറ്റ് മൊത്തം താങ്ങാൻ വേണ്ടിയിട്ട് അവൻ കിട്ടി. ഇപ്പം ഇതിനുള്ളത്തെ പകുതി പല ഈ ഭാഗത്തുള്ള കഴിഞ്ഞാണ്. അപ്പം ഇതുമ്മേ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു മാല് മൊത്തം പുല്ല് വരുത്തി താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്രയും സുഖമല്ലേ. പിന്നെ കയറ് മാറ്റി കെട്ടണ്ടല്ലോ. അപ്പം ഞാൻ വരുത്തി നോക്കാം കേട്ടോ. ആ പാടെ 3 മാലുള്ള പുല്ലേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. ചെറിയ കിണറല്ലേ. തെങ്ങിൻ്റെ വേര് കണ്ടമാനത്തിൻ്റെ ഉള്ളിൽ എത്ര തെങ്ങിൻ്റെ വേര് അറിയോ. അത് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചിടുക കേട്ടോ. ആ താത്ത് അയ്യോ മതി. ആ സെറ്റ്. ഓക്കെ, ഹാഫ് പഠിച്ച ഏത് കിണറ്റിലും ഇതേപോലെ ഇരുന്നുകാണ്ട് നമുക്ക് പല പൊളിക്കാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ സമാന്തരം ഉണ്ടാവുക. ഒരു ആണിപ്പായെടുത്ത് ഇങ്ങനെ കുത്തി സിമ്പിളാക്കി ഓരോ പല ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ കിണറിന് വ്യത്യാസം എങ്ങനെ അറിയോ, ഈ കാണുന്ന ബീമുണ്ട് ഏകദേശം 1.5 അടി ഹൈറ്റ് ഉണ്ട്. ഈ ടോപ്പിലിതാ ഈ ഉള്ളിൽ ഒരു സ്റ്റേജ് വേറെയാണ്, ഏത് ഫ്ലോർ ലെവൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ഏന്തി ഉളി ആമറൊക്കെ എടുത്തിട്ടാണ് ആ പല പൊളിക്കുന്നത്. കള്ളത്രം കാണിക്കില്ല. നേരത്തെ അവിടെ ഇരുന്ന് എകരം കെട്ടി മുറിച്ച കവുങ്ങിൻ്റെ ബാക്കിയാണ് ഇത് പുറത്ത് കണ്ടിടുക. ഇതാ അത് പുറത്ത് കിട്ട് ഇങ്ങോട്ടോക്കെ ഇതെടുക്കണം. നോക്കിയാൽ കയറ് വെടുക്കെത്തി ഡേഞ്ചർ ആട്ടതാ. ഇതിനുള്ളിൽ എത്ര പല ഉണ്ടാക്കിയാൽ ആൾക്കാർക്ക് വിശ്വാസം തരില്ല. ഓ ഇതാ ഉണ്ടൊക്കെ പൊളിച്ചെടുക്കുകയാണ്. ഇതൊക്കെ തെങ്ങ ചീന്തി പോരുന്നൊക്കെ. കുട്ടികളെ നല്ല ഉറപ്പുള്ള പല അടിട്ടോ. ഇതാ ഈ ബീമിൻ്റെ സൈഡിൽ സാധനം ഉണ്ടോയെന്ന് അങ്ങനെ നോക്കണ അറിയോ. ഇതാ ഇങ്ങോട്ട് നിന്നുകാണ്ട് എന്ത് ചെയ്യാണ്, ഇവിടെയൊക്കെ നോക്കുക. ഇവിടെയൊക്കെ ഫുള്ള് എടുത്തുക്കണ്. കാരണം പല ഏകദേശം ഒരു കൊല്ലമായിപ്പോൾ ഈ പല അടിച്ചിട്ട് പലക്കെ ചീഞ്ഞിക്കണ്. അപ്പം ഉളിയോണ്ട് ഇങ്ങനെ ബീമത്തൊക്കെ ഒരച്ചെടുക്കുക കേട്ടോ. ക്ലയൻറ്റിന് സംശയം, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ, അങ്ങനെ ഒരു എക്കാച്ചക്ക പാടില്ല. പണി പക്ക പെർഫെക്റ്റ്, എല്ലാം സൂപ്പറാക്കി എടുത്തിട്ടേ നമ്മൾ കിണർക്ക് അടിക്ക് ഇറങ്ങുള്ളൂ. അവസാനത്തെ ക്രോസ് പീസൊക്കെ അത് വരെ എടുത്തോടൂ. അവസാനത്തെ ക്രോസ് പീസ് ഇത് വേണം ഇങ്ങോട്ടിടാ. പക്ഷേ ഇങ്ങോട്ടിട്ട് അതിനകായി പടവ് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഇതുമ്പോൾ ഉണ്ടായതിനെ പഴയ സിമെൻ്റൊക്കെ ഒന്ന് ചെത്തി സെറ്റാക്കുക. അത് മാത്രമല്ല പടവ് മുട്ടിനോടത്ത് എന്ത് ചെയ്യുക, കുറച്ച് ഗ്രിപ്പ് ഇടുക. ഇതേമാതിരി നല്ല സിമെൻറ്റ് നല്ല പിടിക്കുള്ളൂ. ഇനി എന്ത് ചെയ്താൽ മതി അറിയോ, ഈ അൾമാറമത്തെ ഒറ്റ കല്ല് പൊളിക്കണ്ട. ഇത് ഇതേ ഷേപ്പിൽ തന്നെ നിൽക്കട്ടെ. പിന്നെ ഇത് ചെത്തിയ കല്ലുകൊണ്ട് പടവ് ചെയ്തതാണ്. ഈ ചെത്തിയ കല്ലിന് ഇവിടെ ഇല്ലേനും
സാധനം കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഉൾമറി ഉണ്ടല്ലോ, ഈ ഉൾമറി ഈ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ പല്ലിനോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മൂലയിൽ വെക്കണ കല്ല് മാത്രം ഉള്ളിൽ തൂക്കി ഇങ്ങനെ കൊണ്ടുപോവുക. ഉള്ളിൽ തൂക്കി കറക്റ്റ് സെറ്റാക്കുക. ബാക്കി ഇത് നമുക്ക് മുട്ടിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പടവൊക്കെ സിമ്പിൾ പരിപാടിയാണ്. ആദ്യം തണ്ണി കുത്തുക. ഇതാ സിമ്പിൾ പരിപാടി, ടെൻഷൻ പാടില്ല. പിന്നെ നമ്മൾ പടവ് കഴിഞ്ഞിട്ട് കിണറിലിറങ്ങി നന്നാക്കണമെന്നാണ് ഏറ്റവും നല്ലത്. എന്തേ അല്ലല്ലേ, കുമ്മായം വീണതൊക്കെ നമുക്ക് വെള്ളം അടിച്ച് കണ്ട് എന്ത് ചെയ്യുക, അണ്ട് വാരും ചെയ്യുക. സെറ്റ് ഇതാ ഒന്ന് പീസെങ്കിൽ ഇവിടെയൊക്കെ പീസ് വേണമല്ലോ, പീസ് വേണം. അപ്പോൾ ഇത് എടുക്കുക, ഇങ്ങനെ ഉണ്ട് വെക്കുക. ഏയ് പഴയ കല്ലായതുകൊണ്ട് കുറേ ചെത്താനുണ്ട്, കുറച്ച് പീസ് പഠിക്കാനുണ്ട്. പിന്നെ എവിടെ ഉണ്ടല്ലോ ഈ കിണർമുണ്ടതിന് മുക്കാ ഭാഗത്തോളം അൾമാറിൻ്റെ പഴയ കല്ല് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആൾമാറ റൗണ്ടാക്കി പടുക്കാൻ വേണ്ടി ചെത്തി കൊണ്ടുവന്ന കല്ലാട്ടോ. ഇത് വളഞ്ഞ കല്ലാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇനി ഇതേപോലെ ഏതെങ്കിലും കിണറിന് അൾമാറ കെട്ടുണ്ടെങ്കിൽ നമ്മൾ ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ആ പൈസ വേസ്റ്റാണ്. ചെങ്കൽ തന്നെ കുത്തനെ വെച്ചുകൊണ്ട് സിമ്പിളാക്കിയിട്ട് എത്ര വലിയ റൗണ്ടും സിമ്പിളാക്കിയിട്ട് പഠിത്ത് തീർക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെങ്കൽ ഒറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇതാ അവിടെ പഴയ 6 ഇഞ്ച് ഹൈറ്റുള്ള കൈച്ചത്ത് കല്ലുണ്ട്. ഈ കല്ല് സ്ക്വയർ അല്ല. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പഠിക്കാനാണ് ക്ലൈൻറ്റിൻ്റെ ഓർഡർ. അപ്പോൾ ഇത് എടുത്ത് പഠിക്കുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ മൂല മാത്രം കുറച്ച് പുറത്ത് കയറി ഇവിടെയും അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതാ എന്താണ് ഇതേപോലെ പുറത്തേക്ക് വരുന്ന 2 മൂല ഒന്ന് ചെത്തുക. അതേപോലെ ഉള്ളിൽ വരുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് സെൻറ്റർ മാത്രം ഒന്ന് റൗണ്ടാക്കണം, ഇങ്ങനെ വല്ല ചെത്തി എടുത്തിട്ടോ. അപ്പം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റ്. ഇനി എന്താ ഉണ്ടാവുകയെന്ന് അറിയോ, ഇതാണ് അടച്ചു കഴിഞ്ഞാൽ കിണറിൻ്റെ ഉള്ളിൽ തേച്ചില്ലെങ്കിലും അത് ഒരേപോലെ നിൽക്കും ചെയ്യും. പുറത്താൽ തേക്കുമല്ലോ, സംഭവം നേക്കാവും. കൈമേല് ഗ്ലൗസ് ഇട്ടിക്കുകയാണെങ്കിൽ ഏത് വലിയ പൊത്തും സിമ്പിളാക്കിയിട്ട് അടയ്ക്കാൻ പറ്റും കേട്ടോ. എന്താ മറ്റേ ചട്ടകം കൊണ്ട് ഇങ്ങനെ അടച്ച് വൈകുന്നേരമാക്കേണ്ട ആവശ്യമില്ല. ഓണാക്കേ ഇപ്പൊ കിണറിൽ നമ്മളെ പുല്ല് ഫുള്ള് വരുതില്ലേനു. ആ സമയത്ത് കുറേ ചണ്ടി എന്തുണ്ടാവും പടവുമ്പലൊക്കെ ഒന്നിക്കുണ്ടേനി. അതൊക്കെ നിലത്തേക്ക് പോയി. അത് മാത്രമല്ല കിണറിലുള്ള ചെറിയ വിങ്ങലുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഈ കിണറത്തെ ചണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതാ കിണറ്റിന് ഫില്ലറില്ല. ഇവിടെ ഒരു സെറ്റപ്പ് ഇല്ല, മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ചെയ്തറിയോ, അപ്പുറത്തെ ഒരു തെങ്ങുമെന്ന് ഒരു കയറ് നേരെ കെട്ടിക്കേണ്ട കയറിൻ്റെ എൻഡിൽ ഇതാ കപ്പി കെട്ടിക്കുക കേട്ടോ. ഒരു പാരപ്പറ്റുമ്പോൾ കൂടെ ഇങ്ങോട്ട് ഇട്ടുകാണ്ട് ഇതാ സംഭവം ഇപ്പോൾ സെറ്റാണ്. ഇനി ഇത് വിട്ട് വലിക്കണം. അപ്പോൾ കയറിയാലോ. അപ്പോൾ അതങ്ങോട്ട് കയറി. ഏത് കിണറിൻ്റെ അടിയിൽ ഇറങ്ങിയാലും ആദ്യം ഇതേപോലെ കോണിമേൽ എന്ന് കണ്ട് എന്ത് ചെയ്യണം, ഒന്ന് ചുറ്റോട് ചുറ്റും നോക്കണം. മനസ്സിലായോ? പഴയ കിണറാണ്, പാമ്പൊക്കെ ഇതിൽ വീണിക്കുണ്ടാവും. ആ ചൂല് ഇതിൽ കിട്ടാ, ഇങ്ങോട്ട് മുമ്പ് കിട്ടോ. ഓക്കെ. ഇതിന്റെ അടിഭാഗം പാറയാണ്. മാത്രല്ല ഇതിലില്ലാത്തൊരു സാധനം ഇല്ല കേട്ടോ, തെങ്ങിന്റെ പൂക്കല. ഇതൊക്കെ എന്ന് വീണവർക്കറിയാം, നമ്മള് കൊണ്ടുപോയിട്ടല്ലോ. പോട്ടെ, ചീനിയാണ്. തേക്കുന്ന സമയത്തേ ചിലപ്പം ആണെന്നുണ്ടെങ്കിലേ ഹൈ റേഞ്ച് ക്ലീനിങ് വേണ്ടി വരും. അതെന്താ ചെയ്യണ ആശാനെ? എന്താ ചെയ്യണേ? നമ്മള് അടിയത്തെ ചണ്ടിയൊക്കെ എടുത്തില്ലേ, അതിന്റെ ശേഷം പൊന്തി വരുന്ന ഏതെങ്കിലും ചെറിയ ചണ്ടിയൊക്കെ ഉണ്ടെങ്കിലേ അത് കൊട്ടക്ക് കൊതുകുപോലെ വെച്ചിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ എടുക്കല്ലേ? അപ്പൊ എന്താ ഈ സംഭവം നേക്കാവും. കിണറിൽ ഇറങ്ങിയിട്ട് വെള്ളം വറ്റിക്കുക, അതിത്തെ ചളി മൊത്തം വാരി പാറൊക്കെ തേച്ച് ചൂലുകൊണ്ട് അടിച്ച് ഫിനിഷാക്കി സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനിങ്ങിൽ കിണറ്റിൽ ഇറങ്ങിയപ്പോഴാണ് കിണറിൽ കാലിങ്ങനെ നിലത്തേക്ക് പൂണ്ട് പോവാണ് സംഭവം. ഒരുപാട് മണ്ണും കല്ലുമുട്ടും കിണറ്റിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇതെങ്ങനെ പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ
ഈ ബീം ഇടാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ കെട്ടി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വേക്കിൽ നിന്ന് മണ്ണ് വീണിക്കണ്. അതേപോലെ തന്നെ ഇവിടെ പെര പൊളിച്ച സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ അൾമാറിൻ്റെ വേക്കിലൊക്കെ മണ്ണ് കൊണ്ടുപോയി കൂട്ടിയിട്ടിന് സ്ലോപ്പായിട്ട്. അപ്പം അൾമാറ മുറിഞ്ഞ സമയത്ത് ഈ മണ്ണ് നമുക്ക് ഈ പണി ആവശ്യത്തിന് വേണ്ടി ഒരു മീറ്റർ നീക്കിക്കണ്. അപ്പം ആ സമയത്തും കുറേ മണ്ണ് വീണെന്നാണ് ക്ലൈൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 ആൾക്കാരല്ലേ വന്നത്. അപ്പോൾ 2 ആൾക്കാരുള്ള അവസ്ഥയിൽ ഈ അൾമാറിൻ്റെ 2 എൻ്റെ കൂട്ടി മുട്ടിച്ചു. ഫുള്ള് പടവുമത്തെ പുല്ല് പറിച്ച് പാലൊക്കെ പൊളിച്ച് ഫുൾ ഫിനിഷാക്കി. ഞങ്ങളെ വീണത്തോളം സാധനം വാരി എടുത്തിട്ടുണ്ട്. പക്ഷേ 2 ആൾക്ക് ഒരിക്കലും അതിൻ്റെ മൊത്തം മണ്ണ് വലിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അതിനകത്ത് മണ്ണുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ സൈറ്റിലെ മുക്കാലിൻ്റെ മോട്ടർ ഉണ്ടല്ലോ, അതിൽ വെള്ളം പറ്റണില്ല. അപ്പം ഇവിടെ കുടിയിരിക്കലാവാത്ത സ്ഥിതിക്ക് ഇതിലിപ്പോൾ ഉള്ള വെള്ളം കുടിക്കാൻ പറ്റില്ല. പണി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ അൾമാറിൻ്റെ ഉള്ളൊക്കെ അതാ ഇവിടെ നല്ല ഷോൾ ഏരിയ അല്ലേ, ഉള്ളും പുറമൊക്കെ തേച്ചിട്ട് എന്ത് ചെയ്യുക, കുടിയിരിക്കലിൻ്റെ മുമ്പ് ഒരു 3 ആൾക്കാർ 1.5 HP മോട്ടറായിട്ട് വരികയാണെങ്കിൽ ഫുൾ വെള്ളം പറ്റിച്ച് സെറ്റ് ക്ലീൻ ആക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.